അപ്പോൾ കനുപ്രിയയിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, മഞ്ജരി പരിണയ്. മഞ്ജരി പരിണയിന് 3 ഭാഗങ്ങളുണ്ടെന്ന് പറഞ്ഞു. ആമ്ര ബോർ കാ ഗീത്, ആമ്ര ബോർ കാ അർത്ഥ്, തും മേരെ കോൻ ഹോ. അതിൽ ഒന്നാമത്തത് ആമ്ര ബോർ കാ ഗീത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നു മുതൽ നമ്മൾ തുടങ്ങുന്നത് രണ്ടാമത്തേതാണ്. ഇത് ആമ്ര ബോർ കാ അർത്ഥ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ ഇനി മൂന്നാമത്തെ ഒരെണ്ണം കൂടിയുണ്ട്, അത് തും മേരെ കോൻ ഹോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ച ആമ്ര ബോർ കാ ഗീത് എന്ന ആ ഗീതത്തിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് ആമ്ര ബോർ കാ അർത്ഥ് എന്ന് പറയുന്നത്. അതായത് അവിടെ നമ്മൾ പറഞ്ഞു നിർത്തിയത് എന്താണെന്ന് വെച്ചാൽ, കണ്ണൻ രാധയെ കാത്തിരുന്ന് വിളിച്ചിട്ടെങ്ങും രാധ വരുന്നില്ല. അവസാനം വിഷമിച്ച് അതിൽ ഒരു മാവിൽ ചാരി നിന്നാണല്ലോ വേണു ഊതിക്കൊണ്ടിരുന്നത്. അതിൽ നിന്ന് മാമ്പൂക്കൾ എടുത്ത് കയ്യിൽ വെച്ച് കശക്കി ഞെരടി അത് ആ വഴിയിൽ ഉപേക്ഷിച്ച് അങ്ങനെയൊക്കെയാണ് കണ്ണൻ അവിടുന്ന് തിരികെ പോയത്. അപ്പോൾ രാധയ്ക്ക് അത് കാണുമ്പോൾ തൻ്റെ നെറുകയിൽ ചാർത്തിയ സിന്ദൂരമായിട്ട് തോന്നുന്നു എന്ന് നമ്മൾ പറഞ്ഞു. പിന്നീട് രാധയ്ക്ക് ആ പൂക്കളിൽ ചവിട്ടുമ്പോൾ അവളുടെ ഉള്ളു പൊള്ളുന്നതായിട്ട് നമ്മൾ കണ്ടു. അപ്പോൾ ഇനി എന്താണ് വാസ്തവത്തിൽ ആ പൂക്കൾ, ആ മാമ്പൂക്കൾ എന്തിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്? ആ പൂക്കൾ എന്നതുകൊണ്ട് കണ്ണൻ എന്താണ് ഉദ്ദേശിച്ചത്? രാധയ്ക്ക് കൊടുത്ത എന്തെങ്കിലും മെസ്സേജ് ആയിരുന്നോ ഇത് എന്നൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് വിശകലനം ചെയ്യുന്നത്. ആമ്ര ബോർ കാ അർത്ഥ്, ആ മാമ്പൂക്കളുടെ അർത്ഥം. അപ്പം നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ആ മാമ്പൂക്കൾ എന്ന് പറയുന്നത് രാധ കണ്ടിരിക്കുന്നത് തൻ്റെ നെറുകയിൽ ചാർത്തിയ സിന്ദൂരമായിട്ടാണെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ഇനി അതിന് വിശാലമായ അർത്ഥങ്ങളുണ്ട് ആ പൂക്കൾക്ക്. അതിനെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. आम्र बौर का अर्थ। अगर मैं आम्र बौर का ठीक ठीक संकेत नहीं समझ पाई तो भी इस तरह खिन्न मत हो प्रिय मेरे। कितनी बार जब तुमने अर्धोन्मीलित कमल भेजा तो मैं तुरंत समझ गई कि तुमने मुझे सांझा बिरयाम बुलाया है। कितनी बार जब तुमने अंजूरी भर भर बेल के फूल भेजे तो मैं समझ गई कि तुम्हारी अंजुरियों ने किसे याद किया है। कितनी बार जब तुमने अगस्त के 2 उजले कटावदार फूल भेजे तो मैं समझ गई कि तुम फिर मेरे उजले कटावदार पाँवों में तीसरे पहर टीले के पास वाले सहकार की घनी झाव में बैठकर महावर लगाना चाहते हो। അപ്പോൾ ഇവിടെയും നമ്മൾ കാണുന്നത് കണ്ണനെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് രാധ ആ പൂക്കളുടെ വ്യാഖ്യാനം നടത്തുന്നതാണ് നമ്മൾ കാണുന്നത്. കണ്ണൻ ഉപേക്ഷിച്ച് പോയ അല്ലെങ്കിൽ ഞെരടി കശക്കി ഇട്ടിട്ട് പോയ ആ പൂക്കളെ കുറിച്ചിട്ടാണ് രാധ പറയുന്നത്. അഗർ മേ ആമ്ര ബോർ കാ ठीक ठीक संकेत नहीं समझ पाई तो भी इस तरह खिन्न मत हो प्रिय मेरे। मेरे प्रिय कान है, എൻ്റെ പ്രിയപ്പെട്ട കണ്ണാ, നീ ഉപേക്ഷിച്ച് പോയ അല്ലെങ്കിൽ നീ ഇവിടെ ഞെരടി ഇട്ടിട്ട് പോയ ആ പൂക്കൾ, ഉസ്കാ ठीक ठीक अर्थ मैं समझ नहीं पाई, അതിൻ്റെ അർത്ഥം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയില്ലെന്നാണോ കണ്ണാ നീ കരുതുന്നത്? തോ ഇസ് തരാ ഖിന്ന് മത് ഹോ, ഇങ്ങനെ സങ്കടപ്പെടല്ലേ കണ്ണാ എന്നാണ് പറയുന്നത്. അതായത് നീ ആ പൂക്കൾ കൊഴിച്ചിട്ട് പോയപ്പോൾ അതുകൊണ്ട് നീ എന്താണ് ഉദ്ദേശിച്ചതെന്ന് ഞാൻ പൂർണ്ണമായും മനസ്സിലാക്കിയിട്ടുണ്ട്. കണ്ണനെ ഏറ്റവും നന്നായി മനസ്സിലാക്കിയിട്ടുള്ളത് രാധ തന്നെയാണ്. അതുകൊണ്ട് തന്നെ എനിക്കിത് മനസ്സിലാകുമെന്നാണ് രാധ പറയുന്നത്. അപ്പോൾ आम्र बौर का अर्थ शीर्षक इस गीत में कनु इस बात को लेकर मानकर बैठे हैं कि राधा उसके आम्र बौर के अर्थ को समझकर भी उससे मिलने क्यों नहीं आई। അപ്പോൾ ഞാൻ ഈ കൊഴിച്ചിട്ട് പോയ പൂക്കൾ കൊണ്ട് ഞാൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായിട്ടും നീ എന്നെ കാണാൻ വന്നില്ലേ രാധയെ? അങ്ങനെ ഒരു പരിഭവം കണ്ണനുണ്ടോ എന്നാണ് രാധ ചോദിക്കുന്നത്. അതായത് ഈ പൂക്കൾ കൊഴിച്ചിട്ടിട്ട് നീ വന്നില്ലല്ലോ എന്ന് പറഞ്ഞ് എന്നോട് നീ പരിഭവിച്ചിരിക്കുകയാണോ കണ്ണാ, എന്നോട് പിണങ്ങിയിരിക്കുകയാണോ കണ്ണാ എന്ന് കണ്ണനോട് രാധ ചോദിക്കുകയാണ്. അതായത് ഇസ് ആമ്ര ബോർ കെ അർത്ഥ കോ സമझ कर भी क्या तो मुझसे मिलने नहीं आई, ഈ പൂക്കൾ ഇവിടെ കണ്ടിട്ടും നീ എന്നെ കാണാൻ വന്നിരുന്നില്ലേ രാധേ എന്നാണോ കണ്ണാ നീ ചിന്തിക്കുന്നത് എന്ന് രാധ പറയുന്നു. അപ്പോൾ ഈ गीत के माध्यम से राधा अपने प्रिय कनु को यही बताती है कि आम्र के बौर का ठीक ठीक अर्थ मैं अच्छी तरह समझ गई हूँ. നീ കൊഴിച്ചു പോയ ആ പൂക്കൾ കൊണ്ട് നീ എന്താണ് ഉദ്ദേശിച്ചതെന്ന് വ്യക്തമായി തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ടെന്നാണ് രാധ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇസ്തര ഖിന്നു മത് ഹോ മേരെ പ്രിയ. ഖിന്നു ഹോന എന്ന് പറഞ്ഞാൽ ദുഃഖി ഹോന എന്നാണ്. ഇങ്ങനെ ദുഃഖിക്കല്ലേ കണ്ണ എന്നാണ് പറയുന്നത്. കിത്നി ബാർ ജബ് തുമ്നെ അർത്ഥോന്മീലിത് കമൽ ഭേജ
तो मैं तुरंत समझ गई कि तुमने मुझे संധ്യാ ബിരിയാൻ ബുലായാ ഹെ. ഇനി ഓരോരോ സങ്കേതങ്ങളിലൂടെ കണ്ണൻ രാധയ്ക്ക് പല പല മെസ്സേജുകൾ കൺവേ ചെയ്തിട്ടുണ്ട്. കണ്ണൻ രാധയോട് കാര്യങ്ങൾ പറയുന്നത് പല സിമ്പലുകളിലൂടെയാണ്. അതിൻ്റെ ഓരോന്നിൻ്റെ അർത്ഥം ഞാൻ ആ സമയങ്ങളിലെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ കണ്ണ. നീ എനിക്ക് മുൻപ് എന്ത് തന്നിട്ടുണ്ടെന്നാണ് നോക്കൂ. കിത്നി ബാർ ജബ് തുമ്നെ അർത്ഥോന്മീലിത്. അർത്ഥോന്മീലിത് എന്ന് പറഞ്ഞാൽ പകുതി മാത്രം വിടർന്നതാണ്, പകുതി കൂമ്പിയ അവസ്ഥയിലുള്ളത്, പകുതി വിടർന്നിരിക്കുന്നത്. അപ്പോൾ ഒരു പകുതി അടഞ്ഞ അവസ്ഥയിലുള്ള എന്നാൽ കുറച്ച് വിരിഞ്ഞിട്ടുമുള്ള കമൽ ഭേജാ ഹെ, കമൽ താമര നീ എനിക്ക് വേണ്ടി അയച്ചിട്ടുണ്ട്. എനിക്ക് നീ താമര പൂക്കൾ അയച്ചിട്ടുണ്ട്. ആ പൂക്കൾ എങ്ങനെയുള്ളതായിരുന്നു? പകുതി കൂമ്പിയതും പകുതി വിടർന്നതുമായിട്ടുള്ളത്. അപ്പോൾ ആ പൂക്കൾ കാണുമ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് നീ എന്താണ് ഉദ്ദേശിച്ചതെന്ന്. എന്താണ് ഉദ്ദേശിച്ചത്? തുമ്നെ മുझे സംധ്യാ ബിരിയാൻ ബുലായാ ഹെ. സംധ്യാ ബിരിയാൻ എന്ന് പറഞ്ഞാൽ സാഞ്ച് കി വേല എന്നാണ് അർത്ഥം. സംധ്യ എന്ന് പറഞ്ഞാൽ സാഞ്ച്, സാഞ്ച് എന്ന് പറഞ്ഞാൽ സന്ധ്യ, ബിരിയാൻ എന്ന് പറഞ്ഞാൽ ബേല യാനി വേള. സന്ധ്യാവേളയിൽ അല്ലെങ്കിൽ സന്ധ്യാസമയത്ത് നീ എന്നെ കാണാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് നീ എന്നെ സൂചിപ്പിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ നീ എനിക്ക് സന്ദേശം അയച്ചിട്ടുള്ളത് ഈ പകുതി അടഞ്ഞ, അതായത് ഒരു രാവിൻ്റെയും പകലിൻ്റെയും, അതായത് പകല് തീരുകയും രാവ് തുടങ്ങുകയും ചെയ്യുന്നൊരു സമയമാണല്ലോ സന്ധ്യ എന്ന് പറയുന്നത്. അപ്പോൾ ആ പൂവും അതാണ് സൂചിപ്പിക്കുന്നത്. വിടർന്നിട്ടുമില്ല, അതുപോലെ കൂമ്പിയിട്ടുമില്ല. അതുപോലെ തന്നെയാണ് സന്ധ്യാസമയവും എന്ന് പറഞ്ഞാൽ പകല് പോയിട്ടുമില്ല എന്നാൽ രാത്രി ആയിട്ടുമില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് സൂചിപ്പിക്കാൻ വേണ്ടി, അതായത് സന്ധ്യാസമയത്താണ് എനിക്ക് നിന്നെ കാണേണ്ടത്, സന്ധ്യാസമയത്ത് നമുക്ക് മീറ്റ് ചെയ്യണമെന്ന് ഒരു സന്ദേശം കണ്ണൻ രാധയ്ക്ക് അയച്ചിരുന്നത് എങ്ങനെയായിരുന്നു? കമൽ കെ ഫൂൽ ദേക്കർ ഓഭി അർത്ഥോന്മീലിത് ഫൂൽ ദേക്കർ. അർത്ഥോന്മീലിത് എന്ന് പറഞ്ഞാൽ പകുതി അടഞ്ഞ അല്ലെങ്കിൽ പകുതി വിരിഞ്ഞ അവസ്ഥയിലുള്ള കമലാണ്. അപ്പോൾ ജബ് ഭി തുമ്നെ മുझे അർത്ഥോന്മീലിത് കമൽ ഭേജാ ഹെ तो मैं समझ गई कि तुमने सांध्य की बेला में मुझे बुलाया है. സന്ധ്യാസമയത്ത് എന്നെ കാണാൻ നീ വിളിച്ചിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ മുൻപും. അപ്പോൾ നീ തരുന്ന ഓരോ സൂചനകളും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ കണ്ണ. അതുപോലെ ഇതും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് നീ എന്താണ് ഉദ്ദേശിച്ചതെന്നാണ് പറഞ്ഞുകൊണ്ടുവരുന്നത്. അപ്പോൾ അതാണ് ഒന്നാമത്തെ സൂചന, അതാണ് അർത്ഥോന്മീലിത് കമൽ. ഇനി മറ്റൊരു എക്സാമ്പിൾ പറയുന്നു, എന്താണെന്ന് നോക്കാം. कितनी बार जब तुमने अंजुरी भर भर बेले के फूल भेजे तो मैं समझ गई कि तुम्हारी अंजुरियों ने किसे याद किया है. ഇനി കണ്ണൻ കൊടുത്തിരുന്ന മറ്റൊരു സൂചനയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ആദ്യം പറഞ്ഞത് എന്തിനെക്കുറിച്ചാണ്? കമൽ ഫൂലിനെ കുറിച്ചായിരുന്നുവെങ്കിൽ ഇനിയിപ്പോൾ രണ്ടാമത് പറയുന്നത് ബേലേക്കെ ഫൂലാണ്. ബേല എന്ന് പറയുന്നത് നമ്മുടെ മുല്ലപ്പൂവാണ്. അപ്പോൾ മുല്ലപ്പൂക്കൾ അയച്ചിരുന്നു. മുല്ലപ്പൂക്കൾ അയച്ചുകൊണ്ട് എന്താണ് കണ്ണൻ പറയാൻ ഉദ്ദേശിച്ചതെന്നാണ് അടുത്ത വരികളിൽ പറയുന്നത്. കിത്തനി ബാർ, എത്രയോ തവണ, തുമ്നെ അഞ്ജുരി ഭർ, അഞ്ജുരി എന്ന് പറഞ്ഞാൽ അഞ്ജലി ഭറാണ്. അഞ്ജലി എന്ന് പറയുന്നത് നമ്മുടെ കൈ കുമ്പിളാണ്, കൈ നിറയെ. അപ്പോൾ കൈ നിറയെ അഞ്ജുരി ഭർ, അപ്നെ അഞ്ജലി ഭർ, അഞ്ജലി ഭർ തുമ്നെ ബേലേക്കെ ഫൂല് ഭേജെ, മുല്ലപ്പൂക്കൾ എനിക്കായി നീ അയച്ചിട്ടുണ്ട്. बेले फूल तुमने अपने अंजुरी भर मेरे लिए भेजे हैं तो मैं समझ गई कि तुम्हारी अंजुरियों ने किसे याद किया है. അപ്പം നിൻ്റെ വിരലുകൾ, നിൻ്റെ അഞ്ജുരി, അഞ്ജുരി എന്ന് പറഞ്ഞാൽ വിരലുകളാണ്, അങ്കുലിയാമാണ് ഈ അഞ്ജുരി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അങ്കുലി വിരലുകൾ. അപ്പം നിൻ്റെ വിരലുകൾ കിസെ യാദ് കിയാ ഹെ, ആരെ ഓർക്കുന്നു എന്നെനിക്ക് മനസ്സിലാകും. അതായത് കണ്ണൻ്റെ വിരലുകൾ ചേർത്ത് അല്ലെങ്കിൽ ആ ഒരു കൈ വെള്ള നിറയെ മുല്ലപ്പൂക്കൾ അയക്കുമ്പോൾ രാധ മനസ്സിലാക്കുന്നത് ആ വിരലുകൾ എന്നെ ഓർക്കുന്നു എന്നാണ്, അല്ലെങ്കിൽ രാധയുടെ സ്പർശനം ആ വിരലുകൾ ആഗ്രഹിക്കുന്നു എന്നാണ്. അപ്പോൾ ആ കൈവെള്ളയിൽ മുല്ലപ്പൂക്കൾ അയച്ചു കഴിഞ്ഞാൽ രാധ മനസ്സിലാക്കുന്നു കണ്ണൻ്റെ വിരലുകൾ എൻ്റെ സ്പർശനം ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ എന്ന് രാധ പറയുകയാണ്. അപ്പോൾ ഒന്നാമത് പറഞ്ഞത് കമൽ കെ ഫൂലിനെ കുറിച്ചാണ്, രണ്ടാമത് പറഞ്ഞത് ബേലെ കെ ഫൂൽ അല്ലെങ്കിൽ മുല്ലപ്പൂക്കളെ കുറിച്ചാണ്. ഇനി കിത്നി ബാർ, മൂന്നാമത്തെ എക്സാമ്പിൾ പറയുന്നു. കിത്നി ബാർ ജബ് തുമ്നെ അഗസ്ത്യ കെ ദോ ഉജ്ലെ കട്ടാവദാർ ഫൂൽ ഭേജെ तो मैं समझ गई कि तुम फिर मेरे उजले कटावदार पावों में तीसरे पहर टीले के पास वाले सहकार की घनी झाव में बैठकर महावर लगाना चाहते हो. അപ്പോൾ ഇനി കണ്ണൻ കൊടുക്കുന്ന മറ്റൊരു സൂചനയെക്കുറിച്ചാണ് പറയുന്നത്. മൂന്നാമത് പറയുന്നത് എന്ത് ഫൂലിനെ കുറിച്ചാണ്? അഗസ്ത്യ ഫൂലാണ്. അഗസ്ത്യ ഫൂൽ നമുക്കൊക്കെ പരിചയമുള്ളതാണ്. വളരെ അയൺ റിച്ച് ആയിട്ടുള്ള
നമ്മുടെയൊക്കെ വീട്ടിലുള്ള അഗസ്ത്യ പൂവ്, അഗസ്ത്യ ചെടിയും അതിൻ്റെ ഇലകൾ വെച്ചിട്ട് തോരനൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ. ഇലയും പൂവും ഒക്കെ തോരൻ ഉണ്ടാക്കാനായിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട്. നിങ്ങൾക്കറിയാമെന്ന് കരുതുന്നു. നമ്മുടെയൊക്കെ നാട്ടിൽ സുലഭമായിട്ടുള്ളതാണ് അഗസ്ത്യ ചീര അല്ലെങ്കിൽ അഗത്തി ചീര എന്നൊക്കെ പല പേരുകളിലാണ് വിളിക്കുന്നത്. അഗത്തിപ്പൂ, അഗസ്തിപ്പൂ അങ്ങനെയൊക്കെയാണ് അതിനെ വിളിക്കുന്നത്. അപ്പോൾ വെള്ള നിറത്തിലുള്ള പൂക്കളാണത്. അപ്പോൾ ആ അഗസ്തിപ്പൂവിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അപ്പോൾ കണ്ണൻ അയക്കാറുള്ള മറ്റൊരു പൂവിനെ കുറിച്ചിട്ട് അവിടെ പറയുന്നു. ഏതാണ്? അഗസ്തിക്കെ ഫൂല്. അപ്പോൾ കിത്നി ബാർ തുമ്നെ അഗത്തിക്കെ ദോ ഉജ്ലേ. ഉജ്ലേ എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല വെളുത്ത നിറമാണല്ലോ. അഗത്തിപ്പൂക്കൾക്ക് നല്ല വെളുത്ത നിറമാണ്. അപ്പോൾ നീ എത്രയോ തവണ എനിക്ക് ഈ അഗസ്ത്യപ്പൂക്കൾ അയച്ചിട്ടുണ്ട്. ദോ ഉജ്ലേ കട്ടാവുദാർ ഫൂല് ഫേജേ ഹേ. അപ്പോൾ എങ്ങനെയുള്ള പൂക്കളാണ് രാധയ്ക്കായി കണ്ണൻ അയച്ചിട്ടുള്ളത് എന്നാണ് അവിടെ പറയുന്നത്. തുമ്നെ മേരെ ലിയേ കൈ ബാർ ക്യാ ഭേജേ ഹേ? അഗത്യ യാനി അഗസ്ത്യക്കെ ഫൂല്, കട്ടാവുദാർ ഫൂല് എന്ന് പറഞ്ഞാൽ, കട്ടാവുദാർ എന്ന് പറഞ്ഞാൽ ആ പൂക്കളിൽ തന്നെ എന്താണ് ചെറിയ ചിത്രപ്പണിയൊക്കെ ചെയ്താണ് കണ്ണൻ അയക്കുന്നത്. പൂക്കളിൽ കൈകൊണ്ട് ചെറിയ ചിത്രവേലകൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത്, നഖം കൊണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ വരച്ച് അങ്ങനെ ഒരു അടയാളമൊക്കെ ചെയ്ത് അയക്കുന്നതാണ് ഈ കട്ടാവുദാർ ഫൂൽ എന്ന് പറയുന്നത്. അതായത് പൂക്കളിൽ, അഗത്തിപ്പൂക്കളിൽ കണ്ണൻ കൈകൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലോ കൊണ്ട് ചെറിയ ചിത്രപ്പണികളൊക്കെ ആ പൂക്കളിൽ ചെയ്തയക്കും. അങ്ങനെ അയക്കുമ്പോൾ कटावदार फूल भेजने पर यानी इस प्रकार के चित्र रचकर भेजे गए फूलों को देखने पर मैं समझ गई. എനിക്ക് മനസ്സിലാവാറുണ്ട് നീ എൻ്റെ മേരെ ഉജ്ലേ കട്ടാവുദാർ പാവുമേം, എൻ്റെ ഉജ്ലേ ആ അഗസ്ത്യപ്പൂക്കളെ പോലെയുള്ള അല്ലെങ്കിൽ ആ നിറമുള്ള എൻ്റെ കാലുകളിൽ ഉജ്ല വെളുത്ത കട്ടാവുദാർ പാവുമേം, കട്ടാവുദാർ പാവുമേം മഹാവർ ലഗാന ചാഹത്തെ. അതിൽ അവസാനത്തെ വരിയിലേക്ക് ഞാൻ പോവാണ്. കട്ടാവദാർ പാവോമേ മഹാവർ ലഗാന ചാഹത്തെ ഹോ. മേരെ ഉജ്ലേ പാവോമേ മഹാവർ ലഗാന. മഹാവർ ലഗാന സ്ഥിരമായി വരുന്നൊരു പദമാണ്. മഹാവർ ലഗാന എന്ന് പറയുന്നത് എന്താണ്, കഴിഞ്ഞതിലൊക്കെ വന്നിട്ടുണ്ട്. എന്താ പറയുക, നിറം കൊടുക്കുന്നതിനെയാണ് അങ്ങനെ പറയുന്നത്, നിറം കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സ്. അപ്പോൾ അവിടെ പറയുന്നതും അതാണ്. മേരെ കട്ടാവുദാർ പാവോമേം टीले के पास वाले सहकार की घनी छाव में. सहकार की घनी छाव में എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തീസരേ പഹർ എന്ന് പറയുന്നത് ആഫ്റ്റർനൂൺ ആണ്. അപ്പോൾ ഉച്ച കഴിഞ്ഞൊക്കെ ഉള്ള ഒരു സമയം, വൈകുന്നേരം തുടങ്ങുന്ന ആ ഒരു സമയത്ത് തീസരേ പഹർ टीले के पास वाले सहकार की घनी छाव में. ടീലേക്ക് പാസ്, ടീല എന്ന് പറഞ്ഞാൽ ആ കുന്നിൻ ചെരുവാണ്. ടീല എന്ന് പറയുന്നത് ആ കുന്നിൻ ചെരുവിനടുത്തുള്ള സഹകാർ കി ഘനി ഛാവുമേം, കുന്നിൻ ചെരുവിന് അടുത്തായിട്ട് തന്നെയുള്ള സഹകാർ കി ഘനി ഛാവ്. സഹകാർ എന്ന് പറയുന്നത് നമ്മുടെ മാന്തോട്ടത്തെയാണ് പറയുന്നത്, സഹകാർ എന്ന് പറയുന്നത്. അപ്പോൾ മാന്തോട്ടത്തിലെ മാമ്പൂക്കൾ, അതാണ് സഹകാർ. മാന്തോട്ടത്തിലെ, അതായത് ആമ്രിക്ക ബോർഹി ഹെ സഹകാർ. സഹകാർ എന്ന് പറയുന്നത് ആമ്രിക്ക ബോർഹെ, അതായത് മാമ്പൂക്കളാണ്. അപ്പം മാമ്പൂക്കൾ നിറഞ്ഞ ഉസ്കി ഘനി ചാവുമേ, അതിൻ്റെ ഘന എന്ന് പറഞ്ഞാൽ നല്ല തിക്കായിട്ടുള്ള, ചാവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചായ. അപ്പോൾ മാമ്പൂക്കൾ കൊണ്ട് മൂടിയ ആ കുന്നിൻ ചെരുവിലിരുന്ന് എൻ്റെ കാലുകളിൽ മഹാവർ ലഗാന ചാഹത്തെ ഹോ, എൻ്റെ കാലുകളിൽ ഇതുപോലെ ചായം പുരട്ടാൻ നീ ആഗ്രഹിക്കുന്നു എന്നാണ് അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതിൽ നിന്നാണ്? അഗത്തിക്കെ ഫൂല് ഫേജിനെ പർ. അഗത്തിക്കെ ദോ ഫൂല്, രണ്ട് പൂക്കളെന്ന് പറഞ്ഞാൽ രണ്ട് കാലുകളിലും ചിത്രം വരയ്ക്കണം എന്നുള്ളതായിരിക്കും ആ ഉദ്ദേശിക്കുന്നത് കണ്ണൻ. അപ്പോൾ ആ പൂക്കൾ എന്ത് ചെയ്താണ് കണ്ണൻ വിടുന്നത്? അതിൽ എന്തെങ്കിലും ചിത്രപ്പണിയൊക്കെ ചെയ്തായിട്ട് ആയിരിക്കും ഈ അഗസ്ത്യ പൂക്കൾ കണ്ണൻ അയക്കുന്നത്. അപ്പോൾ രണ്ട് പൂക്കൾ അയക്കുന്നു. അപ്പോൾ രാധയുടെ കാലുകൾ, ആ പൂവിൻ്റെ ഒരു ഷേപ്പും ഏതാണ്ട് അങ്ങനെ തന്നെയല്ലേ, അത് ആ കൂമ്പിയിരിക്കുന്ന അവസ്ഥയിൽ അവിടെ കാലിൻ്റെയൊക്കെ പോലെ ഒരു കർവും ഒക്കെ ഉള്ളതാണ് ആ പൂവെന്ന് പറയുന്നത്, അഗത്തിപ്പൂവെന്ന് പറയുന്നത്. അപ്പോൾ ആ രണ്ട് പൂക്കൾ അയക്കുന്നതിലൂടെ ആ പൂക്കളിൽ കണ്ണൻ ചിത്രപ്പണിയൊക്കെ ചെയ്തിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അതാണ് കട്ടാവദാർ എന്ന് പറയുന്നത്, കട്ടാവദാർ ഫൂൽ എന്നാണ്. അപ്പോൾ ആ ചിത്രപ്പണി ചെയ്ത ആ പൂക്കൾ അയക്കുന്നതിലൂടെ നീ ഉദ്ദേശിക്കുന്നത് എന്താണ്? മേരെ പാവുമേം തും മഹാവർ ലഗാന ചാഹത്തെ ഹോ, എൻ്റെ കാലുകളിൽ നീ ചായം പുരട്ടാൻ ആഗ്രഹിക്കുന്നു. മഹാവർ രചാന ചാഹത്തെ, ചായം പുരട്ടാൻ നീ ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കും. എവിടെ ഇരുന്നാണ് അത് ചെയ്യാൻ കണ്ണൻ ആഗ്രഹിക്കുന്നത് എന്നും കൂടി അവിടെ പറയുന്നു. എന്താണ്? തീസരേ പഹർ, ഉച്ചയ്ക്ക് ശേഷം
ടീലെ കെ പാസ് വാലെ ആ കുന്നിൻ ചെരുവിനടുത്തുള്ള സഹകാർ കി ഘനി ഛാവ്മേ മാമ്പൂക്കൾ നിറഞ്ഞ ആ ചോലയിൽ അല്ലെങ്കിൽ അതിൻ്റെ ഛായയിൽ ഇരുന്ന് എൻ്റെ കാലുകളിൽ ഇതുപോലെ ചിത്രപ്പണി ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തു മനോഹരമായ ഉപമയാണ് അദ്ദേഹം തന്നിരിക്കുന്നത് നമുക്ക്, അല്ലേ? അപ്പോൾ മൂന്നാമത്തത് പൂക്കളെ കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത് പറയുന്നത് ആജ് അഗർ आम के बोर का संकेत नहीं भी समझ पाई तो क्या इतना बड़ा मान ढान लोगे. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയ ഞാൻ, ഈ പൂക്കളിലൂടെ ഓരോ പൂക്കളിലും നീ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നൊക്കെ മനസ്സിലാക്കിയ ഞാൻ, നീ ഇന്ന് അയച്ച ആം കെ ബോരിക്ക സങ്കേത് ഈ മാമ്പൂക്കളുടെ ആ സൂചന മേ നഹി സമझ പായി ഞാൻ മനസ്സിലാക്കില്ലെന്നാണോ നീ കരുതുന്നത്. തോക്കിയ ഇത്തന ബടാ മാൻ ഢാൻ ലോകേ. അപ്പോൾ ഇന്ന് ഇത് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ ഢാൻ ലേന എന്ന് പറഞ്ഞാൽ നിശ്ചയ കർണ എന്നാണ്. നിശ്ചയ കർലേന എന്നാണ് എന്ന് വെച്ചാൽ തീരുമാനമെടുക്കുക, ഡിസൈഡ് ചെയ്യുക എന്നാണ്. ബടാ മാൻ എന്നെക്കുറിച്ച് നീ ഡിസൈഡ് ചെയ്യുമോ എന്നാണ് ചോദിക്കുന്നത്. അതായത് എന്നെ മനസ്സിലാക്കാത്തവളാണ് രാധ എന്ന് നീ ഇന്നത്തെ സംഭവത്തോടു കൂടി തീരുമാനിക്കുമോ? ഇതെല്ലാം മനസ്സിലാക്കിയിട്ടുള്ള ആളാണ് ഞാൻ, ഇതും എനിക്ക് മനസ്സിലാകും. ഇനി അഥവാ എനിക്കിത് മനസ്സിലായില്ലെങ്കിൽ അതോടുകൂടി ഞാൻ രാധ അങ്ങനെയുള്ളവളാണ് എന്ന് നീ തീരുമാനിക്കുമോ, അല്ലെങ്കിൽ വിധി എഴുതുമോ കണ്ണ എന്നാണ് രാധ ചോദിക്കുന്നത്. അതായത് ഇതുവരെയുള്ള എല്ലാം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ, ഇനി ഇതിൻ്റെ പേരിൽ നീ എന്നോട് പിണങ്ങി പോകുമോ എന്നാണ് രാധ അവിടെ ചോദിക്കുന്നത്. അപ്പം മാൻ ധാൻ ലേന എന്ന് പറഞ്ഞാൽ നിശ്ചയ കർ ലേന എന്നാണ്. നീ തീരുമാനമെടുക്കുമോ, രാധയ്ക്ക് എന്നെ മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ രാധയ്ക്ക് എന്നോട് സ്നേഹമില്ല എന്ന് നീ കരുതുമോ എന്ന് ചോദിക്കുന്നു. मैं मानती हूँ कि तुमने अनेक बार कहा है. ഞാൻ അംഗീകരിക്കുന്നു. मैं मानती हूँ ഞാൻ അംഗീകരിക്കുന്നു. कि तुमने अनेक बार कहा है നീ എത്രയോ തവണ എന്നോട് പറഞ്ഞിട്ടുണ്ട്. രാധൻ तुम्हारी शोक चंचल विचुंबित पलकें तो पगडंडियाँ मात्र है जो मुझे तुम तक पहुँचाकर रीत जाती है. എത്രയോ തവണ കണ്ണ നീ എന്നോട് പറഞ്ഞിരിക്കുന്നു. തുമ്നെ അനേക ബാർ മുझसे കഹാ ഹെ. എത്രയോ തവണ കണ്ണ നീ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഹേ രാധൻ, രാധയെ വിളിക്കുകയാണ് കണ്ണൻ. രാധേ തുമാരി ശോഖ് ചഞ്ചൽ വിചുംബിത് പൽക്കേ. പൽക്കേ എന്ന് പറയുന്നത് കൺപോളകളാണ്. രാധയുടെ കൺപോളകളെ എങ്ങനെയാണ് കണ്ണൻ വർണ്ണിച്ചിരിക്കുന്നത്? രാധയുടെ കൺപോളകളെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ഹേ രാധേ തുമാരി യേ ശോഖ് ചഞ്ചൽ വിചുംബിത് പൽക്കയും. വിചുംബിതം എന്ന് പറഞ്ഞാൽ പരസ്പരം ചുംബിക്കുന്ന. അപ്പോൾ കൺപോളകൾ പരസ്പരം ചുംബിക്കുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇമ വെട്ടുന്ന അവസ്ഥയാണ്. അപ്പോൾ കണ്ണൻ രാധയുടെ കണ്ണുകളെ വിശേഷിപ്പിക്കുന്ന അങ്ങനെയാണ്. ഇങ്ങനെ എപ്പോഴും ഇമ വെട്ടുന്ന കണ്ണുകൾ, അല്ലെ, ഇങ്ങനെ അടച്ചു തുറക്കുന്ന അതാണ്. അപ്പോൾ വിചുംബിത് പൽക്കയും, അപ്പോൾ പരസ്പരം ഇങ്ങനെ എപ്പോഴും ചുംബിച്ചു കൊണ്ടിരിക്കുന്ന നിൻ്റെ ആ കണ്ണുകൾ അത് ചഞ്ചൽ ഭീ ഹേ. ചഞ്ചൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കാത്തതാണ്, അല്ലേ? അപ്പോൾ അതിങ്ങനെ കൃഷ്ണമണികൾ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്ന ഒരവസ്ഥയാണ്. കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കാത്തൊരവസ്ഥ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കുന്ന, അല്ലെങ്കിൽ ആ കണ്ണുകൾ ഒരു ലജ്ജാശീലയായ പെണ്ണിൻ്റെ ലക്ഷണമായിട്ടാണല്ലോ ആ പറയുന്നത് ചഞ്ചലത എന്ന് പറയുന്നത്. അതുപോലെ ഷോഖ് സേ ഭരി. ഷോഖ് എന്ന് പറഞ്ഞാൽ ഒരു വികൃതി നിറഞ്ഞ കണ്ണുകളാണ്. നട്കട്ട് ഭരി. അപ്പോൾ ഒരു വികൃതി നിറഞ്ഞ ചഞ്ചലമായ, അതുപോലെ പരസ്പരം ചുംബിക്കുന്ന നിൻ്റെ കൺപോളകൾ. ഇതോ പകിടണ്ടിയാ മാത്ര ഹേ. അത് രണ്ടും എൻ്റെ വഴികൾ മാത്രമാണ്. പകിടണ്ടി എന്ന് പറഞ്ഞാൽ വഴികളാണ്, എൻ്റെ വഴികളാണ്. ആ വഴി കടന്നെത്തുന്നത് ഞാൻ നിൻ്റെ കണ്ണുകളിലേക്കാണ്. അതായത് ആ കൺപോള കടന്നാൽ പിന്നെ അവളുടെ കണ്ണുകളാണ്. ആ കണ്ണുകളിലാണ് രാധയുടെ സ്നേഹം മുഴുവൻ കണ്ണൻ കാണുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് പറയുന്നത്. മുझे തും തക് പഹുഞ്ചാക്കർ റീത് ജാതി ഹെ. അപ്പോൾ ആ കൺപോളകൾ എന്ന വഴികൾ കടന്നു വന്നു കഴിയുന്നതോടുകൂടി ഞാൻ നിൻ്റെ കണ്ണുകളെ കാണുന്നു, നിൻ്റെ ഉള്ളു കാണുന്നു, നിൻ്റെ മനസ്സ് കാണുന്നു. ആർ മേ തുച്ഛമേ റീത്ത് ഹോ ജാതി ഹെ. റീത്ത് ഹോന എന്ന് പറഞ്ഞാൽ ശൂന്യ ഹോ ജാന എന്നാണ്. നിന്നിൽ അലിഞ്ഞു പോവാണ് ഞാൻ ചെയ്യുക. അതായത് നിൻ്റെ എപ്പോഴും ഇമവെട്ടുന്ന ചഞ്ചലമായ വികൃതി നിറഞ്ഞ ആ കൺപോളകൾ വാസ്തവമേ മെറിലെ പകിടണ്ടി മാത്ര ഹേ, രാസ്ത മാത്ര ഹേ. എന്നെ സംബന്ധിച്ചത് വഴികൾ മാത്രമാണ്, നിന്നിലേക്ക് എത്താനുള്ള ഒരു വഴി മാത്രമാണ്. അത് ക്രോസ് ചെയ്ത് വന്നു കഴിയുമ്പോൾ രാധയെ ഞാൻ നിന്നിലേക്ക് എത്തുകയാണ്. और मैं तुझ में रीत हो जाती हूँ. ഞാൻ നിന്നിൽ ശൂന്യമായി തീരുന്നു, അല്ലെങ്കിൽ ഞാൻ നിന്നിൽ അലിഞ്ഞു ചേരുന്നു, അല്ലെങ്കിൽ നിന്നിൽ ഇല്ലാതെയായി തീരുന്നു എന്നാണ് അവിടെ കണ്ണൻ രാധയോട് പറയുന്നത്. അതായത്
അപ്പോൾ രാധ അവിടെ പറയാണ്, തുമ്നെ कितनी बार मुझसे कहा है, कितनी बार मुझसे कहा है कि मेरी आंखें जो है तुम्हारे लिए पगडंडी मात्र है और तुम मेरी इन पलकें रूपी पगडंडियों को पार करके मुझ में रीत जाती हूँ അല്ലേ എന്ന് നീ എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട്. തുമ്നെ കിतनी बार कहा है, പിന്നെയും നീ പറഞ്ഞിട്ടുണ്ടല്ലോ എത്രയോ തവണ. രാധൻ ये पतले मृणालसी तुम्हारी गोरी अनावृत बाहें पगडंडियाँ मात्र है जो मुझे तुम तक पहुँचा कर रीत जाती है. ഇനിയും ഉണ്ടല്ലോ കണ്ണാ, നീ എന്നെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താണ്? ഹേ രാധേ, ये पतले മൃണാലസി തുമാരി ഗോരി അനാവൃത് ബാഹെ. അപ്പോൾ രാധയുടെ കൈകളെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അപ്പോൾ രാധേ ഏ പത്ലേ മൃണാലസി തുമാരി ഗോരി അനാവൃത് ബാഹെ. അപ്പോൾ രാധയുടെ കൈകളെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ബാഹോം കെ ബാരെ മേ ബതാ രഹേ ഹേ കാൻഹ കി തുമാരി ഏ പത്ലേ, പത്ലേ എന്ന് പറഞ്ഞാൽ വളരെ മെലിഞ്ഞ, വണ്ണമില്ലാത്ത. മൃണാലസി, മൃണാൽ എന്ന് പറയുന്നത് താമരപ്പൂവിനെയാണ് മൃണാൽ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു നേർത്ത താമരപ്പൂ പോലെയുള്ള തുമാരി ഗോരി അനാവൃത് ബാഹേ, നിന്റെ ഗോരി, ഗോരി എന്ന് പറഞ്ഞാൽ വെളുത്ത, അനാവൃത്ത്, ആവൃതമായതെന്ന് പറഞ്ഞാൽ മറയുള്ളത്, അനാവൃതം എന്ന് പറഞ്ഞാൽ എന്താണ്? മറയില്ലാത്തതെന്നാണ്. അപ്പോൾ കണ്ണൻ രാധയുടെ ആ നഗ്നമായ കൈകളെ കുറിച്ചാണ് അവിടെ വർണ്ണിക്കുന്നത്. അപ്പോൾ തുമാരി ഏ ജോ ഗോരി അനാവൃത് ബാഹേ, നിന്റെ ഈ കൈകൾ അത് കിസ്കെ സമാൻ ഹേ, പത്ലെ മൃണാൽ കെ സമാൻ ഹേ, ഒരു മെലിഞ്ഞ താമരപ്പൂവിനെ പോലെയാണ് നിന്റെ കൈകൾ. ഓ ഭീ മേരെ ലിയേ പഗഡണ്ടിയാ മാത്ര ഹേ, അതും എന്നെ സംബന്ധിച്ച് ഒരു വഴി മാത്രമാണ്, നിന്നിലേക്ക് എത്താനുള്ള ഒരു വഴി മാത്രമാണ്. അതായത് ആ കൈകൾ കണ്ണനെ ആലിംഗനം ചെയ്യുന്നതോടുകൂടി രാധയും കണ്ണനും ഒന്നായി മാറുന്നു എന്നാണ് അവിടെ ആ വരികളിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തുമാരി ഏ ബാഹേ ജോ ഹേ വോ ഭി മേരെ ലിയേ പഗഡണ്ടിയാ മാത്ര ഹേ, നിന്നിലേക്ക് എത്താനുള്ള വഴികൾ മാത്രമാണ് നിന്റെ ഈ കൈകളും. और तुम्हारे आलिंगन से मैं संपूर्ण हो जाता हूँ और तुझमें मैं रीत जाती हूँ. അപ്പോൾ ആ ആലിംഗനത്തോടു കൂടി തന്നെ ഞാൻ എന്ത് ചെയ്യാണ്? നിന്നിൽ അലിഞ്ഞു ചേരുകയാണ്. തുച്ഛമേം മേ റീത് ജാതി ഹും, അതോടുകൂടി തന്നെ ഞാൻ നിന്നിൽ അലിഞ്ഞ് ചേരുകയാണ്. തുമ്നെ കിतनी बार कहा है, എത്രയോ തവണ നീ പറഞ്ഞിട്ടുണ്ട്. സുനോ തുമാരെ അഥർ, തുമാരി പൽക്കേ, തുമാരി ബാഹേ, തുമാരെ ചരൺ, തുമാരെ അംഗ് പ്രത്യംഗ്, തുമാരി സാരി ചമ്പക് വർണ്ണി ദേഹ് मात्र पगडंडियाँ है जो चरम साक्षात्कार के क्षणों में रहती ही नहीं रीत रीत जाती है. അപ്പോൾ അവിടെ രാധയുടെ ഓരോരോ അംഗവർണ്ണനയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഓരോന്നിനെ കുറിച്ചായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. എന്തിനെക്കുറിച്ചൊക്കെയാണ് അവിടെ പറയുന്നതെന്ന് നോക്കാം. അതായത് തുമ്നെ മുझसे कितनी बार कहा है, എത്രയോ തവണ നീ എന്നോട് പറഞ്ഞിട്ടുണ്ട്. സുനോ തുമാരെ അധർ, നിന്റെ ഈ ചുണ്ടുകൾ, തുമാരി പൽക്കേം, നിന്റെ ഈ കൺപോളകൾ, തുമാരി ബാഹേം, നിന്റെ കൈകൾ, തുമാരെ ചരൺ, നിന്റെ ഈ കാലുകൾ, കാൽപാദങ്ങൾ, തുമാരെ അംഗ് പ്രത്യംഗ് എന്ന് വേണ്ട നിന്റെ സർവാംഗ ശരീരവും, നിന്റെ ഓരോ അവയവങ്ങളും, തുമാരി സാരി ചമ്പക് വർണ്ണി ദേഹ്, അതുപോലെ നിന്റെ ശരീരവും. ഇപ്പോൾ ശരീരത്തിൻ്റെ പ്രത്യേകതയായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത് ഓ ചമ്പക് വർണ്ണീഹ എന്നാണ്. ചമ്പക് വർണ്ണി, ചമ്പക് എന്ന് പറയുന്നത് ചമ്പകം എന്ന് പറയുന്നത് പാലപ്പൂവിനെയാണ്. നല്ല സുഗന്ധമുള്ള മഞ്ഞ നിറത്തിൽ വെള്ളയും മഞ്ഞയും ചേർന്ന ആ പൂക്കളെയാണ് അവിടെ പറയുന്നത്. ചമ്പക് ഫൂൽ എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ പാലപ്പൂക്കളെ പോലെ അത്രയും സുഗന്ധമുള്ള, അല്ലെങ്കിൽ ഓ പീല ഉസ്മേം സഫേദ് ഓർ പീലെ രംഗ് കാ മിശ്രൺ ഹേ, അപ്പോൾ പാലപ്പൂക്കളിൽ മഞ്ഞയും വെള്ളയും നിറങ്ങളുടെ സമ്മിശ്രണമുണ്ട്, നല്ല സുഗന്ധമുള്ളതാണ്. അപ്പോൾ ആ ചമ്പക വർണ്ണമുള്ള നിന്റെ ഈ ശരീരം, അപ്പോൾ ആ നേർത്ത മഞ്ഞ നിറമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇളം മഞ്ഞ പോലെയുള്ള രാധയുടെ ആ ശരീരം, വെള്ളയും മഞ്ഞയും കലർന്ന ആ ഒരു ശരീരത്തെക്കുറിച്ച്, അപ്പോൾ വേണമെങ്കിൽ ഗോൾഡൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെയുള്ള നിന്റെ ശരീരം എബി മാത്ര പകടണ്ടിയാ, ഇതും എന്നെ സംബന്ധിച്ച് ഏ പകടണ്ടിയാ ഹേ, വഴികൾ മാത്രമാണ്, നിന്നിലേക്ക് എത്താനുള്ള വഴികൾ മാത്രമാണ്. അപ്പോൾ ഇതൊക്കെ ബാഹ്യമായതൊന്നും നീ അല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ രാധയുടെ ശരീരമല്ല വാസ്തവത്തിൽ ഒരാളുടെ ആത്മസത്ത എന്ന് പറയുന്നത് അയാളുടെ ശരീരമല്ല, നമ്മുടെ എന്താണ് ഈ പറഞ്ഞ പോലെ അത് വഴി മാത്രമാണ്. അപ്പോൾ രാധയെ കണ്ണൻ സ്നേഹിക്കുന്നത് അവളുടെ ശരീരം എന്നതിലുപരി അവളുടെ മനസ്സിനെയാണ്. അതാണ് അവിടെ പറഞ്ഞുകൊണ്ട് വരുന്നത്.
അപ്പോൾ നിൻ്റെ ശരീരം, അതിൻ്റെ സൗന്ദര്യം, നിൻ്റെ കണ്ണുകൾ, നിൻ്റെ ചുണ്ടുകൾ, നിൻ്റെ കൈകൾ, കാല്, നിൻ്റെ ഓരോരോ പ്രത്യംഗങ്ങളും എന്നെ സംബന്ധിച്ച് നിന്നിലേക്കുള്ള വഴികൾ മാത്രമാണ് രാധേ. ആ വഴികളൊക്കെ പാർക്കർക്കെ ഞാൻ നിന്നിലേക്ക് എത്തുകയാണ് ചെയ്യുക. ആ വഴികളൊക്കെ ക്രോസ് ചെയ്ത് ഞാൻ നിൻ്റെ ആത്മാവിനെ അറിയുകയാണ് ചെയ്യുക. നിൻ്റെ മനസ്സിനെയാണ് ഞാൻ അറിയുക. ആ മനസ്സിനെയാണ് ഞാൻ സ്നേഹിക്കുന്നത് എന്ന് എത്രയോ തവണ കണ്ണ നീ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള കണ്ണനെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കണ്ണൻ്റെ ഒരു സങ്കേതം, ഒരു സൂചന ഞാൻ മനസ്സിലാക്കാതിരിക്കുമോ എന്നാണ് രാധ ചോദിക്കുന്നത്. അപ്പോൾ കണ്ണൻ മുൻപ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഓർത്ത് രാധ പറയാണ്, തുമാരി ये अधर जो है पलकें, चरणें, बाह और अंग प्रत्यंग और चंबक वर्णी देह, ये सब केवल मुझ तक पहुँचने की पगडंडियाँ मात्र है. यानी ये तो सिर्फ साधन मात्र है. साधन എന്ന് പറയുന്നത് എന്താണ്? വഴി എന്നാണ് അർത്ഥം. जिनका दोनों के चरम मिलन के क्षण में कोई अस्तित्व शेष नहीं रहता है. അപ്പോൾ ഈ വഴികളെല്ലാം കടന്നവരെത്തുന്ന എവിടെയാണ്? ചരമ സാക്ഷാത്കാർ കെ ക്ഷണവും में पहुँच जाते हैं दोनों. ചരമ സാക്ഷാത്കാർ എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഒന്നായി ചേരുന്ന ആ അവസ്ഥയിലേക്ക് എത്തുമ്പോൾ, അതായത് രാധാകൃഷ്ണ സങ്കല്പത്തിലേക്ക് എത്തുന്ന ആ അവസ്ഥയിൽ, അതായത് രാധയും കൃഷ്ണനും രണ്ടല്ല, രണ്ടുപേരും ഒന്നാണ് എന്നുള്ള ആ ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ, അദ്വൈത ഭാവത്തിലേക്ക് എത്തുമ്പോൾ, തോ വഹാം അവിടെ എന്തില്ല? ചുണ്ടുകളില്ല, കൈകളില്ല, കാലുകളില്ല, ശരീരത്തെ ഒരു അവയവങ്ങളുമില്ല. അവിടെ പിന്നെ എന്ത് മാത്രമാണ്? രാധാകൃഷ്ണൻ എന്ന ഒറ്റ സങ്കല്പം മാത്രമേ ഉള്ളൂ. കണ്ണനും രാധയും ഒറ്റ മനസ്സും ഒറ്റ ശരീരവുമാകുന്ന ഒരവസ്ഥ മാത്രമേ ഉള്ളൂ അവിടെ. ഹം വഹാം റീത് ജാത്തെ ഹേ, പരസ്പരം അലിഞ്ഞ് നമ്മൾ ശൂന്യമായി തീരുകയാണ്, ഒന്നായി തീരുകയാണ്. രണ്ട് ഉടലുകൾ രണ്ടും ഒന്നു ചേർന്ന്, രണ്ട് മനസ്സുകൾ രണ്ടും ഒന്നു ചേർന്ന് ഒറ്റ മനസ്സും ഒറ്റ ശരീരവുമാകുന്നു. അതാണ് ചരമ സാക്ഷാത്കാർക്ക വോ ക്ഷൺ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചരമ സാക്ഷാത്കാർക്കെ ക്ഷണവുമേ, നമ്മൾ ആ ആത്യന്തികമായി ഒന്നായി ചേരുന്ന ആ നിമിഷങ്ങളിൽ ഈ ബാഹ്യമായി കാണുന്ന അധരങ്ങൾ, പൽക്ക്, ബാഹ്യം, ചരൺ, അങ്ക്, പ്രത്യങ്ക്, ഇതൊക്കെ എന്ന് പറയുന്നത് അതിലേക്ക് എത്തിച്ചേരാനുള്ള വഴികൾ മാത്രമാണ് എന്നാണ് കണ്ണൻ ഒരിക്കൽ രാധയോട് മുൻപ് പറഞ്ഞിട്ടുള്ളത് എന്ന് രാധ ഓർത്ത് പറയാണ്. അപ്പോൾ തൽക്കാലം അത്രയും മതിയോ, ഇന്ന് ഇവിടെ വെച്ച് നിർത്താം. അപ്പോൾ രണ്ടാമത്തെ ഗീതത്തിൽ എന്താണ് പറയുന്നതെന്ന് ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് പറഞ്ഞു വിടാം. അപ്പോൾ आम्र बौर का गीत शीर्षक गीत है इसमें कनु यानी कृष्ण इस बात को लेकर राधा से रूठ रहे हैं. കണ്ണൻ പിണങ്ങുകയാണ് രാധയോട്. എന്തിനു വേണ്ടിയിട്ടാണ്? രാധ ഉസ്കെ ആമ്ര ബോർ കെ അർത്ഥ കോ സമജ്കർ ഭി ഉസേ മിൽനെ ക്യോ ആയി. എന്ത് പറഞ്ഞിട്ടാണ് കണ്ണൻ പിണങ്ങുന്നത്? ഈ മാമ്പൂക്കളുടെ സൂചന കിട്ടിയിട്ടും എന്നെ കാണാൻ രാധ എന്നാലും വന്നില്ലല്ലോ എന്ന് കണ്ണൻ ചിന്തിക്കുകയാണ്. വാസ്തവത്തിൽ രാധ ചെന്നിരുന്നു, പക്ഷേ വൈകിട്ടാണ് ചെന്നതെന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. അപ്പോൾ അത് തിരുത്തിക്കൊണ്ട് രാധ പറയാണ്, അഗർ മേ ആം കെ ബോർ കാ ठीक ठीक अर्थ नहीं समझ पाई तो इसमें घिन्न होने की क्या बात है. ഇനി ഞാനത് മനസ്സിലാക്കിയില്ല എങ്കിൽ തന്നെ നീ അതോർത്ത് ദുഃഖിക്കുന്നത് എന്തിനാണ് കണ്ണ? ഈ മാമ്പൂക്കൾ നീ വിതറിയ സംഭവം എനിക്ക് മനസ്സിലായില്ല എങ്കിൽ തന്നെ നീ അതോർത്ത് ദുഃഖിക്കുന്നത് എന്താണ്? ഇതിനു മുൻപും നിന്റെ പല സൂചനകളും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതാണല്ലോ എന്ന് രാധ പറയാണ്. അപ്പോൾ അതിലെ പല പല സൂചനകളെക്കുറിച്ച് പറയുന്നു. ഒന്നാമത്തെ താമരപ്പൂവിനെ കുറിച്ചാണ്. അവിടെ എന്താ പറയുന്നത്? जब भी तुमने अर्थोन्मीलित कमल भेजा है तो मैं समझ गई थी कि तुमने सांझ बिरिया मुझे बुलाया है. സന്ധ്യാസമയത്ത് എന്നെ കാണാൻ ആഗ്രഹിക്കുമ്പോഴാണ് നീ പകുതി വിടർന്ന താമരപ്പൂക്കൾ അയച്ചിട്ടുള്ളതെന്ന് എനിക്കറിയാം. അതുപോലെ ബേലേക്കെ ഫൂൽ और अगस्ती के दो उजले कटावदार फूल भेजे हैं तो उनका संकेत भी मैं समझ गई. അതുപോലെ തന്നെ നീ കൈ കുമ്പിൾ നിറയെ മുല്ലപ്പൂ അയക്കുമ്പോൾ നിന്റെ വിരലുകൾ എൻ്റെ സ്പർശനം ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അഗസ്ത്യപ്പൂക്കൾ 2 ഇതേപോലെ ചിത്രപ്പണി ചെയ്ത് നീ അയക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. എൻ്റെ കാലുകളിൽ നീ ചായം പുരട്ടാൻ ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതുകൊണ്ടൊക്കെ തന്നെ ഇപ്പോൾ ഈ ആംകെ ബോരിക്ക സങ്കേത് നഹീം മേ സമച്ച് പായി തോബി മുച്ചെ റൂട്ടാവും മത്, അതൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ആളല്ലേ ഞാൻ. അപ്പോൾ അതിൻ്റെ പേരിൽ ഇത് മനസ്സിലായില്ല എന്ന് പറഞ്ഞിട്ട് നീ എന്നോട് റൂട്ട്നാമത്, എന്നോട് പിണങ്ങരുതേ. തുമ്നെ തോ മുझे कितनी बार कहा है. എന്നിട്ട് മുൻപ് കണ്ണൻ പറഞ്ഞ പല കാര്യങ്ങൾ ഓർത്ത് പറയാണ്. मेरी जो ये अधर है पलकें, चरणें, बाह, अंग प्रत्यंग और चंबक वर्णी देह केवल मुझ तक पहुँचने की पगडंडियाँ मात्र है. അപ്പോൾ എത്രയോ തവണ നീ എന്നോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഈ എന്തൊക്കെയാണ് ചരണ്, അങ്ക് പ്രത്യംഗ, എൻ്റെ ഈ ചരണങ്ങൾ, എൻ്റെ കാലുകൾ, എൻ്റെ കണ്ണ്, എൻ്റെ കൈകൾ, എൻ്റെ ഓരോ അവയവങ്ങളും ചമ്പക നിറത്തിലുള്ള ഈ ശരീരവും ഒക്കെ നിന്നെ സംബന്ധിച്ച് പഗഡണ്ടിയാം മാത്രമേ. പഗഡണ്ടിയാം എന്ന് പറഞ്ഞാൽ പഗഡണ്ടിയാം വഴികൾ മാത്രമാണെന്നാണ്.
ഈ ചരമ സാക്ഷാത്കാർ കെ ക്ഷണോ മേ രഹതി ഹി നഹി റീത് റീത് ജാതി ഹെ എന്നാണ്. അപ്പോൾ നമ്മുടെ ആ ചരമ സാക്ഷാത്കാര നിമിഷങ്ങളിൽ, നമ്മൾ ഒന്നായി ചേരുന്ന ആ നിമിഷങ്ങളിൽ ഇത് റീത് റീത് ജാതി ഹെ, ഹം ഏക് ദൂസരെ മേ സമ്മിലിത് ഹോ ജാത്തെ ഹെ, നമ്മൾ പരസ്പരം അലിഞ്ഞു ചേരുന്നു എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾ പരസ്പരം അലിഞ്ഞു ചേരുന്ന ആ നിമിഷങ്ങളിൽ പിന്നെ ശരീരം എന്നുള്ള ആ ഒരു കൺസെപ്റ്റേ ഇല്ലല്ലോ എന്നുള്ളതാണ് അവിടെ രാധ പറഞ്ഞുകൊണ്ട് വരുന്നത്. അടുത്ത കുറച്ച് വരികളും കൂടി അതിൻ്റെ കണക്ഷൻ ഉള്ളതാണ്, അതുകൂടി ഒന്ന് കുറച്ച് പറഞ്ഞു നിർത്താം. ഇത്രയും വരികൾ. ഹാ ചന്ദൻ തുമാരെ ശിഥിൽ ആലിംഗൻ മേ मैंने कितनी बार इन सबको रीतता हुआ पाया है, मुझे ऐसा लगा है जिसे किसी ने सहसा इस जिस्म के बोझ से मुक्त कर दिया है, और इस समय मैं शरीर नहीं हूँ, मैं मात्र एक सुगंध हूँ, आधी रात में महकने वाले इन रजनीगंधा के फूलों की प्रगाढ़ मधुर गंध, आकारहीन वर्णहीन रूपहीन. ഹാ ചന്ദൻ, അവിടെ കണ്ണനെ രാധ ചന്ദൻ എന്നാണ് വിളിക്കുന്നത്. ചന്ദൻ, ഹാ ചന്ദൻ തുമാരെ ശിഥിൽ ആലിംഗൻ മേം. അപ്പോൾ ചന്ദൻ എന്ന് വിളിക്കുന്നത് കണ്ണൻ്റെ സാമീപ്യം കൊണ്ട്, ചന്ദനത്തിൻ്റെ പ്രത്യേകത അതിൻ്റെ തണുപ്പാണല്ലോ. അപ്പോൾ ഇവിടെ ചന്ദൻ എന്ന് വിളിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് രാധ കണ്ണൻ്റെ സാമീപ്യത്തിൽ അനുഭവിക്കുന്ന ആ ഒരു തണുപ്പ്, അല്ലെങ്കിൽ ആ ഒരു സ്വീറ്റ്നെസ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ കണ്ണൻ്റെ സാമീപ്യം കൊണ്ട് അവളുടെ മനസ്സിനുണ്ടാകുന്ന സമാധാനം, അതാണ്. തുമാരെ ശിഥിൽ ആലിംഗൻ മേം, നിൻ്റെ ശിഥിലമായ ആലിംഗനം കൊണ്ട്, നീ എന്നെ ആലിംഗനം ചെയ്യുമ്പോൾ, അപ്പോൾ അതിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ്, അതാണ് ശിഥിലത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നീ എന്നെ ആലിംഗനം ചെയ്യുന്ന വേളയിൽ മേനെ കിത്തനി ബാർ ഇൻ സബ്കോ റീതതാ ഹുവാ പായാ ഹെ, ഞാൻ എത്രയോ തവണ മേനെ മെഹസൂസ് കിയാ ഹെ, ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഇൻ സബ്കോ റീതതാ ഹുവാ എന്ന് വെച്ചാൽ ഇവയൊന്നും ഒന്നും അല്ല എന്ന്. ഏതൊക്കെയാണ് നേരത്തെ പറഞ്ഞ അധര്, പൽക്കേം, ബാഹേം, ചരൺ, ഇതെല്ലാം ശൂന്യമായിട്ട്, റീതതാ ഹുവ, റീതന ശൂന്യമാവുക, ഇതെല്ലാം ഒന്നുമല്ലാതായി അതിനുള്ളിലേക്ക് അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് നമ്മുടെ മനസ്സുകൾ കൊണ്ട് നമ്മൾ ഐക്യപ്പെടുന്നത് ഞാൻ എത്രയോ തവണ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ശാരീരികമായ സ്പർശനം എന്നതിലുപരി നമ്മുടെ മനസ്സുകൾ ഐക്യപ്പെട്ട ആ അവസ്ഥ ഞാൻ എത്രയോ തവണ നിൻ്റെ ആലിംഗനത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. മുझे ऐसा लगा है, എത്രയോ തവണ എനിക്ക് തോന്നിയിട്ടുണ്ട്. जैसे किसी ने सहसा इस जिस्म के बोझ से मुझे मुक्त कर दिया है, ആരോ എന്നെ ഈ ജിസ്മ കെ ബോച്ച്, ശരീരത്തിൻ്റെ ഭാരത്തിൽ നിന്ന്, ജിസ്മ ശരീരമാണ്, ബോച്ച് ഭാരം, ശരീരത്തിൻ്റെ ഭാരത്തിൽ നിന്ന് എന്നെ മോചിപ്പിച്ചതായി എനിക്ക് എത്രയോ തവണ നിൻ്റെ ആലിംഗനം കൊണ്ട് തോന്നിയിട്ടുണ്ട്. അതായത് അവിടെ എനിക്ക് പിന്നെ ശരീരം എന്നൊരു ചിന്തയില്ല. അപ്പോൾ അവർ തമ്മിൽ ഒന്നാകുന്ന നിമിഷങ്ങളിൽ അവിടെ ശാരീരികമായൊരടുപ്പമല്ല രാധ കാണുന്നത്, അവരുടെ ആത്മാക്കൾ തമ്മിൽ ഒന്നാകുന്നതിനെ കുറിച്ചാണ് അവിടെ രാധ പറയുന്നത്. അപ്പോൾ മേരെ ശരീരക്കെ ബോച്ചുക്കോ മുझे മുക്ത് കർ, ബോച്ചസെ മുझे മുക്ത് കർ ദിയ, ശരീരത്തിൻ്റെ ആ ഭാരങ്ങളിൽ നിന്ന് എന്നെ മോചിപ്പിച്ചതുപോലെ എനിക്ക് എത്രയോ തവണ തോന്നിയിട്ടുണ്ട്. ആ ഒരു സമയമേ ശരീര നഹി ഹൂം, അപ്പോൾ ഞാൻ രാധയ്ക്ക് ശരീരമില്ല എന്ന് എത്രയോ തവണ രാധയ്ക്ക് സ്വയം തോന്നിയിട്ടുണ്ട്, രാധയ്ക്ക് ശരീരമില്ലെന്ന് തോന്നിയിട്ടുണ്ട്. മേ മാത്രേക്ക് സുഗന്ധവും, അപ്പോൾ കണ്ണനിൽ അലിഞ്ഞു ചേരുന്ന ആ ഒരു നിമിഷമാണ്. അതായത് ശരീരങ്ങളല്ലാതെ, രണ്ട് ശരീരങ്ങളല്ലാതെ ഒറ്റ ആത്മാവായി അവരൊന്നു ചേരുന്നതാണ്. അതിനാണ് ചരമ് സാക്ഷാത്കാർ കെ സമയം എന്നവിടെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അവർ തമ്മിൽ ഒന്നാകുന്ന ആ നിമിഷം. അപ്പോൾ ആ നിമിഷങ്ങളിൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് മേ ശരീര നഹി ഹൂം, അപ്പോൾ രാധ എന്ന് പറയുന്നത് ഈ ഒരു ശരീരമല്ല, മേ മാത്രേക്ക് സുഗന്ധവും, മറിച്ച് ഞാനൊരു സുഗന്ധമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. രാധയ്ക്ക് തോന്നിയിട്ടുള്ളത് എന്താണ്? മേ ശരീര നഹി ഹൂം മേ സുഗന്ധവും, ഞാൻ സുഗന്ധമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എങ്ങനെയുള്ള സുഗന്ധമാണ്? ആധിരാത്ത് മേ മെഹക്കനെ വാലേ, ആധിരാത്ത് അർദ്ധരാത്രി, അർദ്ധരാത്രിയിൽ മെഹക്കനെ വാലെ നന്നായി സുഗന്ധം പരത്തുന്ന, മഹക്ക് സുഗന്ധമാണ്, അർദ്ധരാത്രിയിൽ സുഗന്ധം പരത്തുന്ന രജനീഗന്ധാക്കെ ഫൂലിക്കെ സമാൻ. രജനീഗന്ധ എന്ന് പറയുന്നത് ട്യൂബ്രോസ് ആണ്, ട്യൂബ്രോസ് ഫ്ലവർ ആണ് രജനീഗന്ധ. അപ്പോൾ രജനീഗന്ധ के समान, आधी रात में महकने वाले रजनीगंधा के फूलों के समान, രജനീഗന്ധ കെ ഫൂലോं के समान. അപ്പോൾ അർദ്ധരാത്രിയിൽ ഇത്രയും സുഗന്ധം പരത്തുന്ന ഈ പൂക്കളെ പോലെ, രജനീഗന്ധ ഫൂലോं के समान, രജനീഗന്ധ പൂക്കളെ പോലെ, പ്രഗാഢ മധുര ഗന്ധ ആകാരഹീൻ വർണ്ണഹീൻ രൂപഹീൻ മേ ബൻ ജാത്തി ഹൂം. ആ പൂക്കളെ പോലെ ഞാൻ എങ്ങനെയാകും? പ്രഗാഢ് എന്ന് പറഞ്ഞാൽ പ്രഗാഢമായ എന്ന് പറഞ്ഞാൽ വളരെ ഡീപ്പായിട്ടുള്ള മധുരതരമായ ഗന്ധം, ആ പൂക്കൾ കൊഴിക്കുന്ന ഗന്ധം പോലെ. ആകാരഹീന ഹേ, സുഗന്ധം എന്ന് പറയുന്നത് എന്താണ്? ആകാരമില്ലാത്തതാണ്. വർണ്ണഹീന ഹേ, സുഗന്ധത്തിനൊരു നിറം ഇല്ലല്ലോ.
രൂപഹീന ഹെ, രൂപവുമില്ല. അപ്പോൾ ആകാരമില്ല, വർണ്ണമില്ല, വർണ്ണം നിറമാണ്. അപ്പോൾ നിറമില്ല, രൂപമില്ല. അപ്പോൾ രൂപമില്ലാത്ത, നിറമില്ലാത്ത, ആകാരമില്ലാത്ത, ഷെയ്പ്പില്ലാത്ത, ആകാരം ഷെയ്പ്പാണ്. അപ്പോൾ ഷെയ്പ്പില്ലാത്ത, രൂപമില്ലാത്ത, നിറമില്ലാത്ത, മധുരതരമായ ആഴത്തിലുള്ള ഒരു ഗന്ധം മാത്രമായി മാറുകയാണ് ആ സമയങ്ങളിൽ രാധ. അപ്പോൾ രാധയ്ക്ക് ആ സമയത്ത് ശരീരമില്ല എന്നാണ് രാധ പറയുന്നത്. ആ സമയത്ത് ഞാൻ എൻ്റെ ശരീരത്തെ അറിയുന്നില്ല. ആ സമയത്ത് എനിക്ക് തോന്നുന്നത് എന്താണ്? കിസീനെ മുझे इस जिस्म के बोझ से मुक्त कर दिया है. ആരോ ഈ ശരീരത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് എന്നെ മോചിപ്പിച്ചു എന്നാണ് ഞാനപ്പോൾ അനുഭവപ്പെടുന്നത്. ഓർമ്മേ एक സുഗന്ധ ബൻ ഗൈഹൂം, ഒരു സുഗന്ധം മാത്രമായി തീരുകയാണ് ഞാൻ ആ സമയത്ത് എന്ന് രാധ ഓർത്ത് പറയുകയാണ്. അതായത് ഉൻ മിലനിക്കെ ക്ഷണോമേ, അവരുടെ ചരമസാക്ഷാത്കാരത്തിൻ്റെ നിമിഷങ്ങളിൽ മേ ശരീരക്കെ ബന്ധൻ ഓർ ബോധ്സെ മുക്ത് ഹോ ജാതി ഹൂം, രാധ ശരീരത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ ഭാരത്തിൽ നിന്നൊക്കെ മോചിപ്പിക്കപ്പെടുന്നു. और अलौकिक अस्तित्व से ऊपर उड़ जाती हूँ, ഈ ലൗകിക അസ്തിത്വസെ, ലൗകികമായ അവളുടെ ആ ഒരു എക്സിസ്റ്റൻസ് അവൾ അറിയുന്നേയില്ല. അവളൊരു ഭൗതിക ശരീരമാണെന്ന് അവൾ അറിയുന്നേയില്ല. മറിച്ച് അലൗകിക ആനന്ദക്ക് അനുഭവകർത്തിയും, അലൗകികമായ അല്ലെങ്കിൽ അവർണ്ണനീയമായ ഒരു ആനന്ദമാണ് ആ സമയത്ത് രാധ അനുഭവിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. അപ്പോൾ ലൗകികമായ അസ്തിത്വം ഇല്ലാതാവുകയും, അതായത് അവളുടെ ഭൗതിക ശരീരം അവിടെ ഒന്നുമല്ലാതായി തീരുകയും മറിച്ച് അലൗകികമായ ഒരു ആനന്ദം അനുഭവിക്കുകയും ചെയ്യുന്നു. അവിടെ രാധ എന്ന ശരീരമില്ല, രാധയുടെ ആത്മാവ് മാത്രമേ ഉള്ളൂ. അതും അവളവിടെ എന്തായിട്ടാണ് കാണുന്നത്? ഒരു സുഗന്ധം മാത്രമായിട്ടാണ് രാധ ആ സമയത്ത് മാറുന്നത്. അപ്പോൾ രജനീഗന്ധാക്കെ ഫൂലിക്കെ സമാൻ, വളരെ തീക്ഷ്ണമായ സുഗന്ധമുള്ള പൂവിനെ പോലെ രാധ ആ നിമിഷങ്ങളിൽ മാറുന്നു എന്നാണ് രാധ അവിടെ കണ്ണനോട് പറയുന്നത്.